നമസ്തേ, മുഹൂർത്ത ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നത് ഇപ്പോ കന്യരാശിക്കാരെ കുറിച്ചാണ്. അപ്പൊ കന്യരാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയും കൂടി നിൽക്കുന്ന ചിത്തിരയുടെ പകുതി ഭാഗം, ഇതാണ് കന്യരാശി. അപ്പൊ അവരെ സംബന്ധിച്ച് കർക്കിടക മാസം, അതായത് സൂര്യൻ 11-ലാണ് വരുന്നത്. ആ സൂര്യൻ 11-ലേക്ക് വരികയും അവിടെ വ്യാഴം വരുമ്പോൾ നമുക്ക് ലാഭസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാം, പുതിയ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് വരും. തീരുമാനങ്ങൾ എടുക്കണ്ട, നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് ലാഭസ്ഥാനത്തെ പല കാര്യങ്ങളും വരും. പക്ഷെ പുതിയ ബിസിനസ് അങ്ങനെയൊന്നുമല്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്കൊരു ചിട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുകയും, പിന്നെ ഒരു ലോണോ മറ്റുള്ള കാര്യങ്ങളോ അപേക്ഷിച്ചാൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ കിട്ടുക, അതാണ്. അങ്ങനെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കന്യരാശിക്കാർക്ക്. പിന്നെ അവർക്ക് ശനീശ്വരൻ 7-ലാണ് നിൽക്കുന്നത്, നിവർത്തിക്കാനായിട്ട് 7-ലാണ് നിൽക്കുന്നത്. അപ്പൊ കുടുംബപരമായിട്ടുള്ള പരദൈവതങ്ങളെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച നിവർത്തി സ്ഥാനത്ത് ശനിയാണല്ലോ, അപ്പൊ അവിടെ നല്ലതാണ് വരുന്നത്. പിന്നെ വിദേശത്തേക്ക് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പൊ കർക്കിടക മാസത്തിൽ നടക്കില്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കർക്കിടക മാസത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വല്ല പ്രൊമോഷനോ മറ്റുള്ള കാര്യങ്ങളിലോ നമുക്ക് കൂടുതൽ വേതനം കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ രോഗദുരിതങ്ങളിൽ നിന്നൊരു മാറ്റാണ് വരുന്നത്. ഇപ്പൊ കർക്കിടക മാസമാണല്ലോ, എല്ലാവരും പറയും കർക്കിടകത്തില് രോഗങ്ങൾ കൂടുമ്പോൾ അത് കൂടുതലാണല്ലോ എന്ന്. പക്ഷെ കന്യരാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് അത് അത്ര രോഗാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റ് ആവുകയും നമുക്ക് നല്ല ദൈവാധീനമുള്ള ഒരു സമയമാണ്. ഇപ്പൊ വ്യാഴം അത് 11-ലും കൂടിയിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു സമയഭാവത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ സൂര്യൻ ചിങ്ങത്തിൽ വരുന്നതിനേക്കാളും ഉത്തമമാണ് നിങ്ങൾക്ക് കർക്കിടകത്തിലെ ഭാവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർക്കിടകത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് ആണ് ഞങ്ങൾക്ക് പല കാര്യങ്ങൾക്കൊന്നും നോക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. അപ്പൊ മുന്നോട്ട് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ പല കാര്യങ്ങളും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൈകളിൽ വരികയും ചെയ്യും. പിന്നെ ദേവീ ക്ഷേത്രത്തിൽ പോവാം, ദേവിക്ക് പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം. പിന്നെ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന പല സംരംഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാന്നല്ല, വെറുതെ നിങ്ങളൊന്ന് മുടങ്ങിക്കിടക്കുന്നത്, നിങ്ങൾ എന്തൊരു തൊഴിലും വെറുതെ എടുത്തു വെച്ചു പിന്നെ അത് നോക്കിയില്ല, അതൊക്കെ ഒന്നും കൂടി ഒന്ന് നോക്കി അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൂടെ ആയിരിക്കാം ലാഭം വരിക. നമ്മളിപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങാൻ ശ്രദ്ധിച്ചു, കുറച്ചൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, പിന്നെ അത് അവിടെ ഇട്ടു എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കുക. അതൊക്കെ എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ അതിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് വരാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ കർക്കിടക മാസമാണ് എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ ഒന്നും വിടേണ്ട കാര്യങ്ങളില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നാമം ചൊല്ലുക, നമുക്ക് മുന്നോട്ട് പോകാനുള്ള പുതിയ വഴികൾ, എന്തൊരു പുതിയ വഴിയും നമുക്ക് വേണ്ടത് വേണ്ടപ്പോൾ തോന്നണമെങ്കിൽ നമുക്ക് നാമജപം അത്യാവശ്യമാണ്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വയം ബുദ്ധിയിൽ ധാരാളം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നും, എങ്കിലും നമുക്കത് ആ നേരത്ത് അത് കിട്ടിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ആ സമയങ്ങളിൽ നമുക്ക് കിട്ടാനാണ് ഈശ്വര പ്രാർത്ഥന അത്ര നന്നായിട്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല സമയമാണ്, അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളുടെ കർമ്മരംഗങ്ങളൊക്കെ മുന്നോട്ട് പോയി നല്ലൊരു സാമ്പത്തിക ഭാവത്തിലേക്ക് മാറ്റാനായിട്ട് ഈ കന്യരാശിക്കാർക്ക് വരുന്നതാണ്.